ഹായ് ഹലോ. ഞാൻ ഈ പൊട്ടൊക്കെ തൊട്ട് മേക്കപ്പൊക്കെ ചെയ്ത് റെഡിയാവുന്ന കാണുമ്പോൾ നിങ്ങളുടെ വിചാരിക്കും ഞാൻ ഏതോ കല്യാണ വീട്ടിലേക്കുള്ള യാത്രയിലാണെന്ന്. അല്ല കേട്ടോ, ഞാനേ ട്രിവാൻഡ്രം ലുലു മാളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യമേ തന്നെ പറയാം, എൻ്റെ മലയാളത്തിൽ അല്പസ്വല്പം തമിഴ് ചൊവ്വയൊക്കെ കയറി വരാം. അതിന് കാരണം ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ തമിഴ്നാട്ടിലാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വരും വ്ളോഗുകളിൽ പറയാം. അപ്പോൾ ഇപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു 7:15 7:20 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ലുലുവിൽ എത്തിയപ്പോഴത്തേക്കും 8:30 മണി കഴിഞ്ഞിരുന്നു. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. ഹൈവേയിൽ വലിയ തിരക്കില്ലായിരുന്നു, അത്യാവശ്യം പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ലുലുവിലോട്ട് എത്തിയപ്പോഴത്തേക്കും രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. അകത്ത് പാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലത്തൊന്നും ഒരു നിവർത്തിയില്ലായിരുന്നു. അത്രയ്ക്ക് ഫുള്ളായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. കാരണം അതൊരു ഓഫറുള്ള ടൈമായിരുന്നു. 8, 9, 10, 11 തീയതികളിലായിരുന്നു. ഞങ്ങൾ പോയത് സെക്കൻഡ് സാറ്റർഡേയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കാം 50% ഓഫ് ഉണ്ടായിരുന്ന ടൈമാണ്. ഞങ്ങളും അത് കണ്ടിട്ടാണ് പോയത്. പക്ഷേ ഒന്നും പ്രത്യേകിച്ച് വാങ്ങാനൊന്നുമില്ല. എന്നാലും വെറുതെ പോയി ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങിയിട്ട് വരാം, ഒരു പോസിറ്റീവ് എനർജി കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് പോയതാണ്. എപ്പോഴും ജോലി തിരക്ക് വീട്ടിൻ്റെ അകത്ത് അങ്ങനെയൊക്കെ അല്ലേ, അപ്പം പോയിട്ട് വരാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റും അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള നല്ല പോസിറ്റീവ് വൈബുള്ള ഏരിയ ആയിരുന്നു. നല്ല തിരക്കൊക്കെ കണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് എന്തെങ്കിലും വാങ്ങാൻ ഉണ്ടോ എന്നോട് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് എനിക്കൊന്നും വാങ്ങാനില്ല എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും അവിടുത്തെ ക്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കൊന്നും വാങ്ങണമെന്നില്ല, നമുക്ക് വെറുതെ ഒന്ന് കറങ്ങിയിട്ട് പോവാം എന്നുള്ള രീതിയായി. അപ്പോൾ എന്തായാലും ഇനി നേരെ ഫുഡ് കോർട്ടിൽ പോവാം. അവിടെ പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഒന്ന് കറങ്ങാം. കാരണം മണി 9 എല്ലാവർക്കും നല്ല വിശപ്പുമുണ്ട്. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ പോയി. മോളും ഞാനും നല്ല മലബാർ ചിക്കൻ ബിരിയാണിക്ക് ഓർഡർ ചെയ്തു. രാത്രിയാണ്, ബിരിയാണിയാണ്, എന്നാലും കുഴപ്പമില്ല. എത്ര തന്നെ ഡയറ്റൊക്കെ നോക്കിയാലും ആ കറക്റ്റ് സമയത്ത് ഈ ബിരിയാണി മുമ്പിൽ വരുമ്പോഴേ കൺട്രോൾ പോവും. അത് കുഴപ്പമില്ല. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ചേട്ടനൊക്കെ മിക്സഡ് കുത്തു പൊറോട്ടയാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലുലു കണക്റ്റിൽ കയറി വെറുതെ ഒന്ന് കറങ്ങി നോക്കി എന്തെങ്കിലും വാങ്ങാമോ എന്നൊക്കെ നോക്കി. പക്ഷേ ഭയങ്കര തിരക്കാണ്. ആർക്കും ആരെയും മാറി മാറി കാണാനുള്ള സമയം പോലുമില്ല. അപ്പോഴാണ് മോള് പറഞ്ഞ മോൾക്ക് ഡെസേർട്ട് വേണം. അപ്പം ഡെസേർട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വിചാരിച്ചു ഇനിയിപ്പം അവിടെ നിന്നിട്ടും വലിയ ഇതൊന്നുമില്ല. അപ്പം സമയം നോക്കിയപ്പോഴത്തേക്കും ശരിക്കും ഞെട്ടി. അകത്ത് കയറിയതും പുറത്തിറങ്ങിയതും ഒന്നും അറിഞ്ഞില്ല. കാരണം മണി 11 രാത്രി 11 അപ്പോഴും ആ തിരക്ക് അവിടെ അപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. എന്തായാലും അത്രയും സമയം അവിടെ ഒന്ന് വെറുതെ കറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകാം എന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും തിരിച്ച് പുറത്തിറങ്ങുമ്പോഴും ഇതേ അവസ്ഥയാണ്. റോഡിന് നല്ല തിരക്കാണ്. കാരണം രാത്രി 2 മണി വരെ ഉണ്ടായിരുന്നു ലുലു. ഈ 50% ഓഫ് ഉള്ളത് കൊണ്ട് തന്നെ രാത്രി 2 മണി വരെ ആയിരുന്നു ഈ ലുലു മാൾ ഓപ്പൺ ആയിരുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് ഒരു നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു. പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി ഫുഡ് കഴിച്ചു. കാഴ്ചകളൊക്കെ ഒന്ന് വെറുതെ സിറ്റി കൂടെ ഒന്ന് ഡ്രൈവ് ചെയ്തു. ഒരു ഫാമിലി ആയിട്ട് പുറത്ത് പോവുക, ടൈം സ്പെൻഡ് ചെയ്യുക, ഉള്ള സമയം അതൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ഫാമിലിയിലും ഉണ്ടാക്കും. ഒരു നല്ലൊരു മൂഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.